ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. അതെ, ആക്ച്വലി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, December 26. ക്രിസ്മസിൻ്റെ അടുത്ത ദിവസം തന്നെയാണ് എൻ്റെ ബർത്ത്ഡേ. അപ്പം ഇന്നലെ നൈറ്റ് എനിക്ക് എല്ലാവരും കൂടെ സർപ്രൈസ് ഒക്കെ തന്നു. അപ്പം ഇന്ന് ക്രിസ്മസ് ഡേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ഡേ ആണ്. അപ്പം ഇന്ന് പുറത്ത് പോയി കുറച്ച് കുട്ടി വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ കണ്ടോ, ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് വീഡിയോസൊക്കെ ഇടാം കേട്ടോ. കേക്ക് മുറിച്ച് എനിക്ക് സർപ്രൈസ് തന്നതിൻ്റെയൊക്കെ വീഡിയോസ്. എൻ്റെ ഇവിടെ കാൽഗറി വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഭയങ്കര സ്പെഷ്യൽ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഭയങ്കര എന്തോ ഒരു ഏറ്റവും ബെസ്റ്റ് ഡേ എന്നൊക്കെ തോന്നിക്കുന്ന ബർത്ത്ഡേയും കൂടെ തന്നെയായിരുന്നു ഇപ്രാവശ്യം. Happy birthday dear Freda, happy birthday to you. Courtesy Mikey. I have some doubts. This is surprise. Courtesy is Mikey, no? How did you manage to decorate this? Yeah. Make a wish, blow the candles. It's a nice man. I know. Nice. Yeah, that's it. Sabhi, get a book like Nice, nice. 4 plates. 4 candles. Make a wish. Close your eyes. Make a wish. Okay. என்ன விஷயம்? What's the wish? Influencer. it starts small. 10,000 first. Okay. 10,000 followers. 50,000 Happy birthday to you. Happy birthday to you. Happy birthday, dear Frida. Happy birthday to you. Thank you guys. Guys, made my day. Thank you so much everyone. Okay, cut the cake. Nabil. Yeah. Like, let's go. அந்த இதுவா நைஸ். Yay. What do we say? Birthday or Merry Christmas? Merry Christmas is done. Merry Christmas and happy birthday. And happy birthday. ഈ സെറ്റിംഗ് ഒക്കെ എനിക്ക് ശരിക്കും ഷോക്കായി പോയിട്ടോ. കാരണം 24th ഈവ് ജോർജിന്റെ വീട്ടിൽ വെച്ച് നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ 25th നമ്മുടെ വീട്ടിൽ നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് 25th ക്രിസ്മസിന് കൂടാന്ന് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴെനിക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം 26 എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ ഒരു രാത്രി വരെ 11:30 വരെ നമ്മൾ ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 11:30 ഒക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്ക് ജോർജിന് വയ്യ, അപ്പം മെഡിസിൻ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും ചാരുവും കാവ്യയും കൂടെ പുറത്തോട്ടൊക്കെ പോയിട്ടോ. അത് ഇവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി. കാരണം ഞാൻ പുറത്ത് പോയ സമയത്ത് ഇവർ വീട്ടിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. നിമ്പിയും മകേഷും ജോർജും പിന്നെ സുമേരൊക്കെ എല്ലാവരും കൂടി അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ പുറത്താക്കിയത്. എന്നിട്ട് മെഡിസിൻ മേടിക്കാൻ വേണ്ടി ആ സ്റ്റോർ ക്ലോസ് ചെയ്തേക്കായിരുന്നു. അപ്പോൾ പിന്നെയും ഡിലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കാവ്യ പറഞ്ഞു മെക്ഡിന്ന് ഐസ്ക്രീം വേണം, കാവ്യക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് മെക്ഡിയിലും പോയി. അങ്ങനെ ഒരു കുറച്ചൊരു 45 minutes എങ്കിലും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഡെക്കറേറ്റ്. ആ സമയം കൊണ്ട് ഇവരതൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. എന്തായാലും നല്ല പ്ലാൻഡ് ആയിരുന്നു എല്ലാവരും. ഇതിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ എല്ലാ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പം തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി എന്താണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്. ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, അപ്പം ഇന്ന് പുറത്ത് പോവാണ്. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത്. ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഇന്നത്തെ. ഇങ്ങനെ ബർത്ത്ഡേ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ? ഇത് നല്ല കംഫർട്ട് വേണം. ഞാൻ ഇത് ഷീന്ന് ഓർഡർ ചെയ്തതായിരുന്നു. എന്റെ ഫേവറേറ്റ് കളർ പിങ്കും കൂടെയാണ്. അപ്പൊ ഈ ബലൂൺ എല്ലാം തീം വന്നിരിക്കുന്ന ഞാൻ ബർത്ത്ഡേ ഡ്രസ് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
നിമ്മിക്ക് അറിയാം ഞാൻ ഇതാണ് ഇന്ന് ബർത്ത്ഡേക്ക് ഇടാൻ പോണത് എന്നുള്ളത് അറിയായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് തീമൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് നിമ്മി പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാം. നമ്മളിപ്പം ഡെന്നസിൽ വന്നേക്കാണ്. എനിക്ക് ബർത്ത്ഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ടേ ഭയങ്കര വികാരമാണ്. അങ്ങനെ ബർത്ത്ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഡെന്നസിൽ വന്നേക്കാണ്. ഇവിടെ ഇന്ന് ബോക്സിൻ്റെ ആണ്ട് അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളിന്ന് ബർത്ത്ഡേ ഗേളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പുറത്ത് ഇവിടെ ഡെന്നിസിലാണ് വന്നേക്കുന്നത്. ഇങ്ങനത്തെ കുറച്ച് ഫ്രാഞ്ചൈസസ് ഉണ്ട് കാനഡയിൽ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കിട്ടുന്നത്. ഐഹോപ്പ്, കോറാസ്, ഡെന്നീസ്, ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു കനേഡിയൻ ബ്രേക്ക്ഫാസ്റ്റ് പോലെ. ഇപ്പോൾ ഇവിടെ കാണുകയാണെങ്കിൽ നമുക്കിവിടെ പാൻ കേക്ക് ഉണ്ട്, ബ്രെഡ് കിട്ടും, പിന്നെ ടർക്കി സ്ട്രിപ്സ് ആൻഡ് ഹാഷ് ബ്രൗൺ, അതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ അറൗണ്ട് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റുക. അപ്പോൾ ബർത്ത്ഡേ ഗേളിന് ഇത് സന്തോഷമാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ഗാമ്പിളാണിത്. ഹോപ്പ്ഫുള്ളി ഇറ്റ് സക്സസ്ഫുൾ. സ്പെഷ്യൽ ബർത്ത്ഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നിപ്പോൾ ഷിലോക്ക് സിറ്റി മോളിൽ വന്നിട്ടുണ്ട്. ഷിലോക്ക് സിറ്റി മോളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചിലർ പറഞ്ഞു എനിക്ക് സെഫോറയിൽ നിന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് കഴിച്ചതാണ്. അപ്പോൾ അവിടെ കയറിയിട്ട് മാക്സിമം മുതലാക്കാൻ പോവാണ്. അത് കിട്ടി. എനിക്ക് സെഫോറിൽ നിന്ന് കഴിച്ചാൽ പോകണം. ഒരു ബഡ്ജറ്റ് അതിന് വെച്ചിട്ട് മേടിച്ചാലോ? ഓക്കെ. ഇപ്പോൾ അത് പറയുന്നില്ല, ഇത്ര ബഡ്ജറ്റിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ സെലക്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേടിച്ചാലോ? ഓക്കെ. എൻ്റെ ബഡ്ജറ്റ് പറ. $30. കുറച്ചുകൂടെ കൊണ്ട് 50. ഓക്കെ. ഇപ്പം നിൻ്റെ ഒരു ചാലഞ്ച് എന്തൊക്കെയാണ്? സെഫോറയുടെ ഫ്രണ്ടിലേക്കാണ് $50 എത്ര നേരത്തിന് അത് മേടിക്കണം? ഒരു 15 minutes. 50 minutes ഇല്ല. ഓക്കെ, ഹാഫ് ആൻ അവർ. ഓക്കെ. 25 minutes. ഓക്കെ. ഒരു ചാലഞ്ച് എന്ന് വെച്ചാൽ വിത്തിൻ 25 minutes $50 ക്യാഡ് പറഞ്ഞിട്ടുണ്ട്. 50 ക്യാഡ് 25 minutesനുള്ളിൽ ഞാൻ മേടിക്കണം സെഫോറ. ഓക്കെ. ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. ഇതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. അപ്പോൾ സെഫോറ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് മേടിക്കുള്ളൂ. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് സെഫോറ മേടിക്കുന്നത്. പർച്ചേസൊക്കെ ആയിട്ട് സെഫോറയിൽ നിന്ന് 50 ഞാൻ 48 ക്യാഡിനാണ് പർച്ചേസ് ചെയ്ത്. ഒരു ക്ലെൻസ്, അങ്ങനത്തെ മാസ്ക്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഒരു ബ്രഷ്, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് പർച്ചേസ് ചെയ്തു. പിന്നെ ഒരു ഫുൾ കവറേജ് സെഫോറിൽ തന്നെ ഒരു ഫുൾ കവറേജ് കൺസീലറാണ്. ഇതെല്ലാം കൂടെ ഞാൻ എത്ര മിനിറ്റ് എടുത്തു? 20 minutes. 20 മിനിറ്റ്സിനകത്ത് 48 ക്യാഡിന് പർച്ചേസ് ചെയ്തു. അങ്ങനെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. സെഫോറയിൽ പർച്ചേസ് കഴിഞ്ഞു. ഇനി അടുത്ത ഷോപ്പിലേക്ക് പോകാമോ? ഇന്ന് ബർത്ത്ഡേ ഡിന്നറിന് ഞങ്ങളുടെ കാക്ടസ് ക്ലബിലാണ് വന്നിരിക്കുന്നത്. കാക്ടസ് ക്ലബിൽ നമ്മൾ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഡിന്നർ ഇവിടെ കാക്ടസ് ക്ലബിലാണ്. ഒക്കെ പോയി കഴിക്കാം. കാക്ടസ് ക്ലബ്ബ് നമ്മുടെ ഫ്രണ്ട് കാവ്യ റെഫർ ചെയ്തിട്ടാട്ടോ അവിടെ പോയത്. ഇത് കാൽഗറി തന്നെയാണ്. ഷിനോക് സെന്ററിന്റെ അടുത്താണ് ഈ കാക്ടസ് ക്ലബ്ബ് വരുന്നത്. നല്ല ആംബിയൻസ് ആട്ടോ. കാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെയായിരുന്നു ബർത്ത്ഡേക്ക്. അതുപോലെ തന്നെ അവിടെ ഐറ്റംസ് നല്ല വെറൈറ്റി അതൊക്കെ ഉണ്ടായിരുന്നു. നിമ്പി ഓർഡർ ചെയ്തത് പ്രോൺസ് റെവിയോളിയും ഞാൻ ചിക്കൻ കെസഡിയാണ് ഓർഡർ ചെയ്തത്. രണ്ടും നല്ല ടേസ്റ്റി ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. പിന്നെ നിമ്പി കൂടെ കുറെ കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു കസ്റ്റം മെയ്ഡ് ചീസ് കേക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല സർവീസാണ് ഇവിടെ കാക്ടസ് ക്ലബിൽ. അപ്പോൾ എൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡോറ. കഴിച്ചോ കഴിച്ചോ. ഓക്കെ. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഡിന്നറും കഴിഞ്ഞു. ഈ ഡേ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഞാൻ ഇനിഷ്യലി പറഞ്ഞ പോലെ കാനഡയിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് സ്പെഷ്യലായിരുന്നു. എല്ലാവരുടെയും വിഷസിനും എല്ലാം തന്ന ഗിഫ്റ്റിനും പ്രേയേഴ്സിനും എല്ലാവരും താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലായി. ഇതൊക്കെയാണ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.